ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ആതിര ബാലൻ. റൈസിന സംഭാഷണത്തിന്റെ 9ാം പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. ഗ്രീസ് പ്രധാനമന്ത്രി കിരിയാക്കോസ് മിറ്റ്സോതാക്കിസ് മുഖ്യാതിഥിയായി. 3 ദിവസത്തെ റൈസിന സംഭാഷണത്തിൽ 100 രാജ്യങ്ങളിൽ നിന്നുള്ള രാഷ്ട്രതലവന്മാരും മന്ത്രിമാരും സൈനിക മേധാവികളും ഭാഗമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗ്രീസ് പ്രധാനമന്ത്രി കിരിയാക്കോസ് മിറ്റ്സോതാക്കിസുമായി ഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വ്യാപാര നിരക്ക് 2030 ഇരട്ടിയാക്കാൻ ചർച്ചയിൽ ധാരണയായി. കൃഷി, ഫാർമ, ടൂറിസം മേഖലകളിലടക്കം പുതിയ സാധ്യതകൾ തേടാനും നേതാക്കൾ തീരുമാനിച്ചു. പ്രതിരോധ നിർമ്മാണ രംഗത്തെ പരസ്പര സഹകരണം ഇന്ത്യയ്ക്കും ഗ്രീസിനും പ്രയോജനം ചെയ്യുമെന്നും ഇരുവരും വ്യക്തമാക്കി. വന്യമൃഗങ്ങളോടുള്ള അനുകമ്പ നിറഞ്ഞ സമീപനത്തിനൊപ്പം സാങ്കേതിക വിദ്യയുടെ ജാഗ്രതയോടെയുള്ള ഉപയോഗം ഉണ്ടായാൽ മനുഷ്യ വന്യമൃഗ സംഘർഷം പരിഹരിക്കാനാകുമെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ്. വന്യജീവി ആക്രമണം സംബന്ധിച്ച സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തുന്നതിനായി അദ്ദേഹം വയനാട് ജില്ലയിലെത്തി. വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകൾ മന്ത്രി സന്ദർശിച്ചു. വയനാടൻ ജനത അഭിമുഖീകരിക്കുന്ന സമാനതകളില്ലാത്ത പ്രതിസന്ധി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നതായി കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. വന്യജീവി ആക്രമണത്തെ പ്രതിരോധിക്കാനുള്ള അടിയന്തര നടപടികൾക്കായി അവലോകന യോഗം വിളിച്ചതിൽ പ്രത്യേക നന്ദിയും ശ്രീ മുരളീധരൻ രേഖപ്പെടുത്തി. G20 വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ എത്തി. അർത്ഥപൂർണമായ ചർച്ചകൾ യോഗത്തിലുണ്ടാകുമെന്ന ശുഭപ്രതീക്ഷ അദ്ദേഹം പങ്കുവച്ചു. ബ്രസീൽ G20 അധ്യക്ഷ പദവി ഏറ്റെടുത്തതിന് ശേഷമുള്ള ആദ്യ മന്ത്രിതല യോഗമാണിത്. കാസർഗോഡ്, വയനാട് വികസന പാക്കേജുകളിൽ പെടുന്ന വിവിധ പദ്ധതികൾക്ക് ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം ഭരണാനുമതി നൽകി. കാസർഗോഡ് പാക്കേജിലെ പദ്ധതികൾക്കായി 20.14 കോടി രൂപയും വയനാട് പാക്കേജിലെ പദ്ധതികൾക്കായി 4.28 കോടി രൂപയുമാണ് അനുവദിച്ചിരിക്കുന്നത്. കേരള ബാങ്ക് CEO ആയി ജോട്ടി എം ചാക്കോയെ നിയമിക്കാനും തീരുമാനമായി. 4ാമത് പട്ടയമേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ നിർവഹിക്കും. റവന്യൂ മന്ത്രി കെ രാജൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. തത്സമയം നടക്കുന്ന ജില്ലാതല പട്ടയമേളയിലൂടെ 30,000-ഓളം പട്ടയങ്ങൾ വിതരണം ചെയ്യും. സംസ്ഥാനതല 23 തദ്ദേശ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പ് നാളെ നടക്കും. രാവിലെ 7 മുതൽ വൈകുന്നേരം 6 വരെയാണ് വോട്ടെടുപ്പ്. 10 ജില്ലകളിലായി 1 കോർപ്പറേഷൻ വാർഡിലും 4 മുനിസിപ്പാലിറ്റി വാർഡുകളിലും 18 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലുമാണ് ഉപതെരഞ്ഞെടുപ്പ്. വോട്ടെണ്ണൽ മറ്റന്നാൾ. നവകേരള സ്ത്രീ സദസ്സിന്റെ ഭാഗമായ മുഖാമുഖം പരിപാടിയിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ വിവിധ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന വനിതകളുമായി എറണാകുളത്ത് സംവദിക്കും. സമൂഹത്തിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള 2000-ഓളം സ്ത്രീകൾ പരിപാടിയിൽ പങ്കെടുക്കും. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ജനങ്ങളിലെത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ 2ാം ഘട്ട പര്യടനം തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ തുടരുന്നു. 2ാം പിണറായി സർക്കാർ അധികാരമേറ്റ ശേഷം കഴിഞ്ഞ 2 വർഷം കൊണ്ട് സംസ്ഥാനത്ത് 18 ലക്ഷം കുടിവെള്ള കണക്ഷൻ നൽകിയെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ജല അതോറിറ്റിയുടെ കവടിയാർ സ്മാർട്ട് ഓഫീസിന്റെയും കവടിയാർ പൈപ്പ് ലൈൻ റോഡിന്റെ നവീകരണ പ്രവൃത്തിയുടെയും ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റിൽ കേരളം അസമിനെ പരാജയപ്പെടുത്തി. 1-3 ഗോളുകൾക്കാണ് കേരളത്തിന്റെ ജയം. ഇംഗ്ലണ്ടിനെതിരെ വെള്ളിയാഴ്ച ആരംഭിക്കുന്ന 4ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയുടെ പേസ് ബൌളർ ജസ്പ്രീത് ബുംറ കളിക്കില്ല. ബുംറയ്ക്ക് വിശ്രമം അനുവദിച്ചതായി BCCI അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ ഗുജറാത്ത്, ഉത്തർപ്രദേശ് സന്ദർശനത്തിന് നാളെ തുടക്കം. അഹമ്മദാബാദിൽ നടക്കുന്ന ഗുജറാത്ത് സഹകരണ ക്ഷീര വിപണന ഫെഡറേഷൻ സുവർണ ജൂബിലി ആഘോഷത്തിൽ നാളെ പ്രധാനമന്ത്രി പങ്കെടുക്കും. റവന്യൂ, സർവേ, ഭൂരേഖ വകുപ്പുകളിലെ മികച്ച ജീവനക്കാർക്കുള്ള 2024 റവന്യൂ അവാർഡുകൾ മന്ത്രി കെ രാജൻ പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം കളക്ടർ ജെറോമിക് ജോർജിനാണ് മികച്ച ജില്ലാ കളക്ടർക്കുള്ള പുരസ്കാരം. KSEB അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ നാളെ ശാന്തികവാടം ശ്മശാനം പ്രവർത്തിക്കുന്നതല്ല. തിരുവനന്തപുരം നഗരസഭാ മേയറുടെ ഓഫീസാണ് ഇക്കാര്യം അറിയിച്ചത്. പൊതുപരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് തത്സമയ സംശയ നിവാരണത്തിന് അവസരം നൽകുന്ന ലൈവ് ഫോൺ ഇൻ ക്ലാസുകൾ കൈറ്റ് വിക്ടേഴ്സ് ചാനലിൽ ആരംഭിക്കുന്നു. +2 ക്ലാസ്സിലെ കുട്ടികൾക്ക് നാളെ മുതലും 10ാം ക്ലാസ്സിന് ഈ മാസം 24 മുതലുമാണ് ലൈവ് ഫോൺ ഇൻ ക്ലാസുകൾ ആരംഭിക്കുന്നത്. ഇടുക്കി ജില്ലയ്ക്ക് അനുവദിച്ച അത്യാധുനിക കുഴൽക്കിണർ നിർമ്മാണ യൂണിറ്റ് ഉപയോഗിച്ച് ആദ്യമായി നിർമ്മിക്കുന്ന കുഴൽക്കിണറിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് സെന്ററിന് വേണ്ടിയാണ് കുഴൽക്കിണർ നിർമ്മിക്കുന്നത്. ഇതുവഴി ആശുപത്രിയിലേക്ക് ഡയാലിസിസിന് ആവശ്യമായ ജലം ഉറപ്പാക്കാം. എന്റെ ഭാരതം വികസിത ഭാരതം സംസ്ഥാനതല പ്രസംഗ മത്സരം നാളെ എറണാകുളത്ത് നടക്കും. സ്വാതന്ത്ര്യത്തിന്റെ 100 വർഷം ആഘോഷിക്കുന്ന 2047 എത്തുമ്പോൾ രാജ്യം എങ്ങനെയാവണമെന്നുള്ള ആശയ സ്വരൂപണത്തിനായി നെഹ്റു യുവകേന്ദ്രയാണ് യുവജനങ്ങൾക്കായി മത്സരം സംഘടിപ്പിക്കുന്നത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.